ശ്രവണ മനനങ്ങൾ പൂർണ്ണമാവുകയും നിധിധ്യാസനം പരിപൂർണമാകാതിരിക്കുകയും ശരീരത്തിന് വ്യാധികൾ മൂലം സാധന അസാധ്യമാവുകയും ചെയ്താൽ പരാശ്രയം ആവശ്യമായി വരുന്ന കാലത്ത് ശരീരത്തെ അഗ്നിയെയോ ജലത്തിലോ ഉപേക്ഷിക്കുന്നത് ശാസ്ത്രം അനുവദിക്കുമോ? ആരാണത്? അതൊന്നും ആവശ്യമില്ല. കാരണം അപ്പോഴും നമ്മൾ ശരീരത്തിന് ഞാനാണെന്ന് ധരിക്കുകയാണേ. അതുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് തോന്നണത്. തത്വനിശ്ചയം വരും തോറും ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായി ആക്സിഡൻ്റ് എന്തെങ്കിലും ഉണ്ടായാൽ ഒരു ദോഷവുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഇച്ഛ ഒന്നും ആവശ്യമില്ല. കാരണം അപ്പോഴും നമ്മൾ വീണ്ടും ഈ ശരീരത്തിനെ ഞാനാണെന്ന് എന്നിൽ ആരോപിക്കുകയാണ്. എന്നിട്ടാണ് അതിനെ വെള്ളത്തിലിടുകയോ തീയിലിടുകയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. വേദനയും സഹിക്കാൻ വരുന്ന ദുഃഖങ്ങളെയൊക്കെ തന്നെ ആത്മസ്വരൂപമായിട്ട് കാണാൻ കഴിയണം. അതൊക്കെ തന്നെ ആത്മാവാണ്. ആത്മാവെന്ന് വെച്ചാൽ ഒരു പ്ലസൻ്റ് എക്സ്പീരിയൻസ് മാത്രമല്ല. സർവം ഖലു ഇദം ബ്രഹ്മ തജ്ജലാനിതി ശാന്ത ഉപാസീത. ശാന്തമായി വേദനകളെയും ആധിവ്യാധി പരീതശിഷ്യ സർവോപദ്രവ ശത്രുണ ആത്മാനം അർച്ചയേൻ നിത്യം തത്വജ്ഞോ. വാസിഷ്ഠ ശ്ലോകാണ്. ആദിവ്യാധികളൊക്കെ തന്നെ ആത്മാവിനെ അർച്ചിക്കുന്ന പുഷ്പമായിട്ട് തീരണു അത്ര അവിടെ. അപ്പം അതുകൊണ്ട് ദുഃഖങ്ങളെ ഒന്നും കണ്ട് പേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നില്ല. അതൊക്കെ തന്നെ ആത്മസ്വരൂപം തന്നെയാണ്. ആത്മാവാകുന്ന കടലിൽ ഉണ്ടാകുന്ന അലയും കുമളയും ഒക്കെയാണത്. കഴിയുന്നത് ദുഃഖപരിഹാരം ചെയ്യാം. പക്ഷെ ദുഃഖം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രതീതിയാണല്ലോ. ആ പ്രതീതിയും നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ നമ്മളുടെ തത്വജ്ഞാനത്തിനെ ദൃഢം ചെയ്തു കൊള്ളണം. ഇത് അനുഭവിക്കേണ്ട പ്രാരബ്ധമാണ്. അനുഭവിച്ചേക്കാം. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷാ നിഗദ്യത്തെ. സകല ദുഃഖങ്ങളെയും പ്രതീകാരബുദ്ധിയില്ലാതെ ചിന്തിക്കുകയോ വിലപിക്കുകയോ ചെയ്യാതെ സഹിക്കാനുള്ള ഒരു ധൈര്യം, അത് അസാമാന്യ ധൈര്യമാണ്. ഇപ്പോൾ രമണ മഹർഷിക്കൊക്കെ ക്യാൻസറൊക്കെ വന്നപ്പോൾ ചിലരൊക്കെ പറയും അദ്ദേഹത്തിന് വേദന അറിഞ്ഞില്ല. അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. വേദനയൊക്കെ അറിഞ്ഞു, സുഖമായിട്ട് അത് ശാന്തമായിട്ട് സഹിച്ചു, അത്രയേ ഉള്ളൂ. അത് മുമ്പേ ഉണ്ടായിരുന്ന ശക്തിയാണത്. അത് ശരിക്കും വേദാന്ത ശ്രവണത്തിന് മുമ്പേ ഉണ്ടാവണം എന്നാണ് പറയാം. സഹിക്കാൻ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളൊരു സിദ്ധിയാണ് സഹിക്കുക എന്നുള്ളത്. നമ്മൾ അത് ഉപയോഗിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ പരിഹാരം തേടുകയാണ്. ഒരു വലിയ സിദ്ധിയുണ്ട് നമ്മളുടെ മുമ്പിൽ, സഹിക്കാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം ന കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഓം ശാന്തി ശാന്തി ശാന്തി.